നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മള് തേർഡ് മോഡ്യൂൾ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? അപ്പൊ തേർഡ് മോഡ്യൂൾ പറയുന്നത് എന്താണ്? സാനിറ്ററി എഞ്ചിനീയറിംഗ് അല്ലേ? അതായത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ച്. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ് നോക്കിയത്. വെള്ളം ലഭിക്കുന്നത് ഒരു സോഴ്സ്, അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതെങ്ങനെ വീടുകളിലേക്ക് എത്തിക്കുന്നു അല്ലേ? ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ വേസ്റ്റ് വാട്ടർ ആണ് നോക്കുന്നത്. അതായത് ആ വീടുകളിലും അതുപോലെ ഇൻഡസ്ട്രീസിലൊക്കെ എത്തിയ വെള്ളം എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്പോസ് ചെയ്യണം അല്ലേ? കളയണം. അപ്പൊ ആ കളയുന്ന ആ ഒരു സിസ്റ്റം, അതിനെയാണ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വേസ്റ്റ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്യുന്ന പൈപ്പ് ലൈൻസ്, അതിനെയാണ് സീവർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ വേസ്റ്റ് വാട്ടറിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ സീവേജ് സീവറിലൂടെ ഒഴുകി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തും. എന്നിട്ട് അവിടുന്ന് നമ്മളത് ഡിസ്പോസ് ചെയ്യും അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ എന്താണ് സീവറേജ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സീവറേജ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. പിന്നെ സിസ്റ്റംസ് ഓഫ് സീവേജ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ അല്ലേ? അതായത് നമ്മുടെ സീവേജ്, നമ്മുടെ വീടുകളിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ 2 ടൈപ്പ് സിസ്റ്റംസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? ഡ്രൈ ഓർ കൺസർവൻസി സിസ്റ്റം, അതുപോലെ വാട്ടർ കാരേജ് സിസ്റ്റം അല്ലേ? ഡ്രൈ ഓർ കൺസർവൻസി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡ്രൈ, അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെള്ളം ഉപയോഗിക്കാതെ മാനുവലി ആ വേസ്റ്റ്, ഇപ്പൊ ടോയ്ലറ്റ് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് ട്രീറ്റ്മെന്റിലേക്ക് എത്തിച്ച് അവിടുന്ന് ഡിസ്പോസ് ചെയ്യാം, ഒക്കെ മാനുവലി ചെയ്യാം അല്ലേ? പിന്നെ അതുപോലെ അടുത്ത സിസ്റ്റം ആയിരുന്നു വാട്ടർ കാരേജ് സിസ്റ്റം. വാട്ടർ കാരേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാട്ടർ കാരേജ് സിസ്റ്റം ആണ് അല്ലേ? അതായത് ആ പൈപ്പിലൂടെ വെള്ളം ഒഴുകി ആ ഒരു വേസ്റ്റ് വാട്ടർ പൈപ്പുകളിലൂടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോവാം. അപ്പൊ അവിടെ മാനുവൽ ലേബറിന്റെ ആവശ്യം കുറവാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഉള്ള മാനുവൽ ലേബർ എന്ന് പറയുന്നവര് ഇതില് എക്സ്പേർട്ട് ആയിരിക്കണം. ഇതിനെക്കുറിച്ച് എങ്ങനെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നല്ല പഠിച്ചവരായിരിക്കണം അല്ലെ? എൻവയൺമെന്റൽ എഞ്ചിനീയേഴ്സ് ഒക്കെയാണ് പൊതുവെ ഇത് ഡീൽ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 3 സിസ്റ്റംസ്, സീവറേജ് സിസ്റ്റംസിനെ കുറിച്ചും പറഞ്ഞു. അതായത് പൈപ്പ് ലൈൻ നെറ്റ്വർക്ക്. നമ്മൾ 3 പൈപ്പ് ലൈൻ നെറ്റ്വർക്സിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? കമ്പൈൻഡ് സിസ്റ്റം, സെപ്പറേറ്റ് സിസ്റ്റം, പാർഷ്യലി കമ്പൈൻഡ് ഓർ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം അല്ലേ? അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടർ, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറും പിന്നെ സ്റ്റോം വാട്ടറും. സ്റ്റോം വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? മഴവെള്ളം. അപ്പൊ നമ്മള് മഴവെള്ളത്തിനും നമ്മുടെ ഡൊമസ്റ്റിക് ഓർ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനും പ്രത്യേകം പൈപ്പ് ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? സെപ്പറേറ്റ് സിസ്റ്റം അല്ലെ? സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 2 പൈപ്പ് കൊടുക്കുന്നു. നേരെ മറിച്ച് രണ്ടിനും കൂടെ നമ്മൾ ഒരു പൈപ്പാണ് കൊടുക്കുന്നത്. അതായത് മഴവെള്ളത്തിനും അതുപോലെ തന്നെ ഹൗസ് സീവറിനും ഒരൊറ്റ പൈപ്പാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എന്ത്? കമ്പൈൻഡ് സിസ്റ്റം. പിന്നെ അതുപോലെ ചില സിസ്റ്റംസിൽ എന്ത് പറ്റും? ഹൈ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പാർട്ട് ഓഫ് റെയിൻഫോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൗസ് ഡ്രെയിനേജിന്റെ കൂടെ കൊടുക്കും. പിന്നെ അതിന് പുറമെ വരുന്നത് എവിടെ കൊടുക്കും? വേറെ തന്നെ ഒരു ഡ്രെയിനേജ് ആയി കൊടുക്കും അല്ലെ?
അപ്പൊ അതിനെയാണ് പാർഷ്യലി കമ്പൈൻഡ് ഓർ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും അഡ്വാൻറ്റേജ് അതുപോലെ ഡിസഡ്വാൻറ്റേജ് നോക്കി നമ്മൾ. പിന്നെ അതുപോലെ ഒരു കമ്പാരിസണും നടത്തി അല്ലേ. നമ്പർ ഓഫ് സീവേഴ്സ്, ഓരോന്നിനും എത്ര സീവേഴ്സ് കൊടുക്കും, പിന്നെ അതുപോലെ എങ്ങനെയാണ് അറേഞ്ച്മെന്റ്, സിമ്പിൾ ആണോ അതോ ഡിഫിക്കൽട്ട് അറേഞ്ച്മെന്റ് ആണോ, പിന്നെ അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ഓപ്പറേഷൻ എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഈ മൂന്നിനെയും കമ്പയർ ചെയ്തു. അപ്പൊ അവിടെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഓക്കെ. അപ്പൊ ഇന്നിനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റി ഓഫ് സീവേജിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോ ഈ ഒരു സിസ്റ്റം, അതായത് സാനിറ്ററി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സീവറേജ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ആ പൈപ്പ് ലൈനുകൾ, നെറ്റ്വർക്ക് ഓഫ് പൈപ്പ് ലൈൻസ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ പൈപ്പ് ലൈൻ ഡിസൈൻ ചെയ്യാ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര ഡയമീറ്റർ ഉള്ള പൈപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഓരോ സ്ഥലത്തും എത്ര ഡയമീറ്റർ ഉള്ള പൈപ്പ് കൊടുക്കണം, എത്ര എണ്ണം വീതം കൊടുക്കണം എന്നുള്ളതൊക്കെയാണ്, ഏത് ഷേപ്പിലുള്ളത് കൊടുക്കണം എന്നുള്ളതാണ് സീവറേജ് സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എത്ര പൈപ്പ് ലൈൻ കൊടുക്കണം അല്ലെങ്കിൽ എത്ര ഡയാമീറ്റർ കൊടുക്കണം എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? എത്ര സീവേജ് വരുന്നുണ്ട്. ആ സീവേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എന്താണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് സീവേജ് അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ എന്തിനാണ് സീവേജ് എത്രത്തോളം ഉള്ളത് എന്ന് നോക്കുന്നത് നമുക്ക് നോക്കാം. The determination of the quantity of sewage is essential for the design of systems collection, pumping, treatment and disposal. അപ്പൊ നമ്മുടെ സീവേജ് കളക്ട് ചെയ്യാനും അത് പമ്പ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും അതിനുശേഷം ഡിസ്പോസ് ചെയ്യാനും ഇതിനെല്ലാം വേണ്ടിയ നമുക്ക് അറിഞ്ഞിരിക്കണം എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് സീവേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എസ്റ്റിമേഷൻ ഓഫ് സാനിറ്ററി സീവേജ്, അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയണം. പിന്നെ അതുപോലെ സ്റ്റോം വാട്ടർ ഫ്ലോ അല്ലെ, മഴവെള്ളം, എത്രത്തോളം മഴവെള്ളം വരുന്നുണ്ട്, ഡ്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയണം. കാരണം നമുക്ക് ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ സെപ്പറേറ്റ് സീവർ ആണോ കമ്പൈൻഡ് സീവർ ആണോ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേഷൻ ഇൻടു ദ സീവേഴ്സ്, അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള, നിങ്ങൾ വാട്ടർ ടേബിൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, ജിയോടെക് ഒക്കെ പഠിക്കുന്ന സമയത്ത് വാട്ടർ ടേബിൾ, ഭൂമിയുടെ അടിയിൽ നമുക്ക് വെള്ളം കിട്ടും. അപ്പൊ ആ വെള്ളം കിട്ടുന്നത് ഒരു ലെവലില് നമ്മളൊരു വെള്ളം കൺസിഡർ ചെയ്യും, അതാണ് ഗ്രൗണ്ട് വാട്ടർ അല്ലെ. അപ്പൊ എത്രത്തോളം ഗ്രൗണ്ട് വാട്ടർ നമ്മുടെ സീവറിലേക്ക് കയറുന്നുണ്ട്, എങ്ങനെയാണത് കയറുകയെന്ന് ചോദിച്ചാൽ, ജോയിന്റ്സിലൊക്കെ ലീക്ക് വരുമ്പോ അല്ലെ, ജോയിന്റുകളിലൊക്കെ വല്ല ക്രാക്കോ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പോസ് വരുമ്പോഴാണ്, ഓട്ടകൾ വരുമ്പോഴാണ് ഗ്രൗണ്ട് വാട്ടർ നമ്മുടെ സീവറിലേക്ക് കയറുന്നത്. അപ്പോ ആ ഒരു ഗ്രൗണ്ട് വാട്ടർ കൂടെ സീവറിന് താങ്ങാൻ സാധിക്കണം അല്ലേ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ആ ഒരു പൈപ്പ് ലൈൻ ഡിസൈൻ ചെയ്യുന്നത്, പൈപ്പ് ലൈനിന്റെ ഡയമീറ്റർ ഒക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോ
ക്വാണ്ടിറ്റി ഓഫ് സാനിറ്ററി സീവേജ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ 3 സീവേജ് അല്ലേ? ഒന്ന് സാനിറ്ററി സീവേജ്, അതായത് വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ്. പിന്നെ ഒന്ന് സ്റ്റോം വാട്ടർ, മഴവെള്ളം. പിന്നെ അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേഷൻ. അപ്പൊ അതിലെ സാനിറ്ററി സീവേജ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സാനിറ്ററി സീവേജിന്റെ വേറൊരു പേരാണ് ഡ്രൈ വെതർ ഫ്ലോ, DWF എന്ന് പറയും. ഷോർട്ട് ആയിട്ട് നമ്മൾ DWF എന്ന് പറയും, ഡ്രൈ വെതർ ഫ്ലോ. It is the average discharge of sanitary sewage that flows in a sewer during the dry weather. അതായത് മഴയില്ലാത്ത സമയങ്ങളിൽ പൈപ്പിലൂടെ ഒഴുകുന്ന സീവേജ്, അതാണ് ഡ്രൈ വെതർ ഫ്ലോ. മഴയുള്ള സമയത്ത് ഒഴുകുന്ന, അപ്പൊ എന്താണ്, മഴവെള്ളം കൂടെ കൂടും അല്ലെ? അതിനെയാണ് വെറ്റ് വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മഴയില്ലാത്ത സമയങ്ങളിൽ സാനിറ്ററി സീവേജ് മാത്രമേ ഉണ്ടാവൂ അല്ലെ? വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡ്രൈ വെതർ ഫ്ലോ ഹാസ് 3 കോമ്പണന്റ്സ്. ഏതൊക്കെയാണ്? സാനിറ്ററി സീവേജിന്റെ 3 കോമ്പണന്റ്സ് ഏതൊക്കെയാണ്? എവിടുന്നൊക്കെ വരാം? ഒന്നെങ്കിൽ ഡൊമസ്റ്റിക് ആവാം, അതായത് വീടുകളിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സീവേജ് അല്ലെ, ഇൻഡസ്ട്രീസ് എന്ന് വരാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേഷൻ. നമ്മൾ ആ ഒരു പൈപ്പ് പോകുന്ന വഴി ഗ്രൗണ്ട് വാട്ടറും പൈപ്പിലേക്ക് കയറാം. ഓക്കെ, അങ്ങനെ 3 കോമ്പണന്റ്സ് ആണ് നമ്മുടെ സാനിറ്ററി സീവേജിനുള്ളത്. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. അപ്പൊ നമ്മുടെ യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ സാനിറ്ററി സീവേജ് എക്സ്പ്രസ് ചെയ്യുക? അപ്പൊ നമ്മള് 25 എന്ന് പറഞ്ഞ യൂണിറ്റ് എന്തായിരിക്കും? 25 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. അതായത് 25 ലിറ്റർ ഒരാള് ഒരു ദിവസം തള്ളിക്കളയുന്ന വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ വാട്ടർ സപ്ലൈയിലും അല്ലെ? എത്ര വെള്ളമാണ് ഒരാള് ഒരു ദിവസം കൺസ്യൂം ചെയ്യുക? നമുക്ക് ഒരു വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? 135 അല്ലെ? ഒരു ദിവസം ഒരാളുടെ ആവറേജ് കൺസംഷൻ ഫോർ ഡൊമസ്റ്റിക് യൂസ് എന്ന് പറയുന്നത് 135 LPCD ആണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ വേസ്റ്റും എക്സ്പ്രസ് ചെയ്യുന്നത് അതേ യൂണിറ്റിൽ തന്നെയാണ്, LPCD, ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഒന്ന്, റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. നമ്മൾ എത്രത്തോളം വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് എത്രത്തോളം വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും അല്ലേ? പൈപ്പിൽ എത്രത്തോളം വെള്ളം വരുന്നുണ്ട്, ആ പൈപ്പിൽ വരുന്ന വെള്ളം തന്നെ ആയിരിക്കും ഭൂരിഭാഗവും വേസ്റ്റ് ആയി പോകുന്നതും അല്ലേ? എന്നുവെച്ചാൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം പോകുന്നത്. അപ്പൊ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ ആണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ ജനറലി 80% of the water supply expected to reach sewers unless there is data available. അതായത് നമ്മൾ വാട്ടർ സപ്ലൈ കൊടുത്താൽ ആ സപ്ലൈ ചെയ്തതിന്റെ 80% വേസ്റ്റ് വാട്ടർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഇപ്പൊ വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു അളവ് ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 135 LPCD എന്ന് പറഞ്ഞൊരു അളവുണ്ട്. അപ്പോ ആ 135 LPCDയില് 80% ഓഫ് 135 അത് എത്രയാണോ അത്രയും വേസ്റ്റ് വാട്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. So assumed that dry weather flow is equal to the rate of water supply. അപ്പൊ നമ്മുടെ ഈ ഡ്രൈ വെതർ ഫ്ലോന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് റെയിനി സീസൺ അല്ലാത്ത ബാക്കിയുള്ള സീസൺസിലുള്ള വേസ്റ്റ് വാട്ടർ
അത് വേസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. എത്രത്തോളം വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടോ അത്രത്തോളം വേസ്റ്റ് വാട്ടർ മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ല ജനറലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടി ചെയ്യുകയാണെങ്കിൽ പൊതുവെ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചാൽ എത്ര വെള്ളം സപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിന്റെ 80% കൺസിഡർ ചെയ്യും. ആ 80% എന്ത് വേസ്റ്റ് വാട്ടർ ആയിട്ട് പോകുന്നത്. So sewers should be designed for a minimum of 150 liters per capita per day. അപ്പൊ സീവർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മിനിമം എത്ര എടുക്കും? 150 liters per capita per day എടുക്കും. അതായത് 135 LPCD നമ്മൾ കൊടുക്കുന്നുള്ളൂ വാട്ടർ സപ്ലൈ. പക്ഷേങ്കിൽ അതിന്റെ 80% പ്ലസ് കുറച്ച് നമ്മൾ എന്താക്കണം റെയിൻ വാട്ടർ അല്ലെ സ്റ്റോം വാട്ടറിനും കൺസിഡർ ചെയ്യണം. അങ്ങനെ നമ്മളൊരു മിനിമം 150 liters per capita per ഡേക്കാണ് എപ്പോഴും ഡിസൈൻ ചെയ്യുക. ഓക്കെ. Industries and commercial buildings often use water other than from the municipal supply and more often discharge their liquid waste into the sanitary sewers. ഇപ്പൊ പൊതുവെ എന്താ ചെയ്യാ ഇൻഡസ്ട്രീസും അതുപോലത്തെ ബിൽഡിങ്സ് ഒക്കെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് അതായത് നമ്മുടെ ഇപ്പൊ ഹോട്ടൽസ് ഹോസ്പിറ്റൽസ് അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് എല്ലാം വെള്ളം ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യും ഈ വേസ്റ്റ് വാട്ടർ മുനിസിപ്പൽ സപ്ലൈയിലേക്കായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക തള്ളിക്കളയുക. So it's desirable when the industrial waste is fairly large, segregated and disposed of in a suitable manner or treated suitably before discharge into sewers. Okay. അപ്പോൾ നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എത്രത്തോളം വെള്ളം സപ്ലൈ ഉണ്ടോ അത്രത്തോളം വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കണക്കിൽ തന്നെ എടുക്കാം. ഓക്കെ. അപ്പൊ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എത്രത്തോളം വെള്ളം വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അടുത്തൊരു ഫാക്ടറാണ് പോപ്പുലേഷൻ. അതാ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാം അല്ലെ പോപ്പുലേഷൻ എത്രത്തോളം കൂടുതലാണ് അത്രത്തോളം വെള്ളം നമ്മൾ കൂടുതൽ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അത്രത്തോളം വേസ്റ്റ് വാട്ടറും കൂടുതൽ ഉണ്ടാവും അല്ലേ. So total quantity of water required by community is the product of population and rate of consumption. അപ്പൊ നമുക്ക് എത്ര ടോട്ടൽ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കഴിഞ്ഞ ക്ലാസ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര വെള്ളം നമ്മൾ ഒരു ടൗണിൽ കൊടുക്കണം എന്നുള്ളത് ഒരാള് എത്ര ഉപയോഗിക്കുന്നു അതാണ് LPCD, ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. ഒരാൾ ഒരു ദിവസം എത്ര വെള്ളം ഉപയോഗിക്കുന്നു മൾട്ടിപ്ലൈഡ് ബൈ എത്ര ആൾക്കാര് അവിടെ താമസിക്കുന്നുണ്ട് പോപ്പുലേഷൻ അല്ലേ. So it is estimated at the end of design period and that value has to be taken for design purpose. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ എത്ര കാലത്തേക്കാണോ ഒരു പ്ലാന്റ് ഡിസൈൻ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 25 കൊല്ലം ഓക്കെ ഇപ്പൊ 50 years ആണ് ഡിസൈൻ ചെയ്തതെങ്കിൽ 50 years കഴിയുമ്പോൾ പോപ്പുലേഷൻ എത്രയാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു പോപ്പുലേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു 50 കൊല്ലം മുന്നേ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്തതാണ് ടൈപ്പ് ഓഫ് ഏരിയ. ഇപ്പൊ ഡ്രൈ വെതർ ഫ്ലോ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ഏരിയ, വെദർ റെസിഡൻഷ്യൽ, ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ എക്സെട്ര. അപ്പൊ നമ്മുടെ ഡ്രൈ വെതർ ഫ്ലോ അപ്പൊ നമുക്കറിയാം റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ വേസ്റ്റ് കുറവായിരിക്കും, ഇൻഡസ്ട്രിയലോ കൊമേഴ്ഷ്യലോ ഒക്കെ ആണെങ്കിൽ വേസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ. ഇൻഡസ്ട്രീസ് എന്നൊക്കെ ഒരുപാട് വേസ്റ്റ് ആണ് തള്ളിക്കളയുന്നത്. അപ്പൊ ഏത് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലും ക്വാണ്ടിറ്റി ഓഫ് സീവേജിൽ മാറ്റം വരും അല്ലെ. പിന്നെ അതുപോലെ ഇൻഫിൽട്രേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ ടു സീവേഴ്സ്.
സീവറിലേക്ക് ഗ്രൗണ്ട് വാട്ടർ ഇറങ്ങി ചെല്ലുകയാണ്. So it infiltrates through leaky joints. അപ്പൊ ജോയിന്റുകളിലൊക്കെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിലൊക്കെയാണ് ഇത് സംഭവിക്കുക. അപ്പൊ ഇൻഫിൽട്രേഷൻ ഡിപ്പെൻഡ്സ് ഓൺ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഇൻഫിൽട്രേഷൻ ഒന്ന് അവിടുത്തെ സോയിൽ. സോയിൽ എന്ന് പറയുമ്പോൾ പോറസ് സോയിൽ ആണോ, അതായത് വെള്ളം ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന സോയിൽ ആണോ? പിന്നെ സീവർ മെറ്റീരിയൽ, നമ്മൾ ഉണ്ടാക്കിയ സീവർ ഏത് മെറ്റീരിയൽ വെച്ചാണ്? അതായത് കോൺക്രീറ്റ് ആണോ, അല്ല കാസ്റ്റ് അയൺ ആണോ, മേസൺറി ആണോ എന്നുള്ളത് അടിസ്ഥാനത്തിൽ. പിന്നെ വാട്ടർ ടൈറ്റ്നെസ് ഓഫ് സീവർ ജോയിന്റ്, അതിന്റെ ജോയിന്റ് നല്ല ടൈറ്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ അത് ടൈറ്റ് അല്ലെങ്കിലും എന്ത് സംഭവിക്കാം? ലീക്ക് വരും. പിന്നെ അതുപോലെ ഡെപ്ത് അറ്റ് വിച്ച് സീവർ ഇസ് ലെയ്ഡ്. അപ്പൊ എത്ര ഡെപ്തിലാണ് നമ്മുടെ സീവർ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് എത്ര ഡെപ്തിലാണ് സീവർ? ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗ്രൗണ്ട് വാട്ടർ സീവറിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ അതും ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ ലിറ്റേഴ്സ് പെർ കിലോമീറ്റർ ലെങ്ത് ഓഫ് സീവർ പെർ ഡേ. അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ എത്രത്തോളം വരുന്നു എന്നുള്ളത് കിലോമീറ്റർ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത്. എത്ര ലിറ്റർ ഒരു കിലോമീറ്ററിൽ ഒരു ദിവസം സീവറിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. The range varies from 2,800 to 1,40,000 liters per kilometer per day. അതിൽ ആവറേജ് ആയിട്ട് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുക 2000 ലിറ്റർ പെർ കിലോമീറ്റർ പെർ സെന്റിമീറ്റർ ഡയമീറ്റർ ഓഫ് സീവർ ആണ്. അതായത് 1 സെന്റിമീറ്റർ ഡയമീറ്റർ സീവറിന് 2000 ലിറ്റർ പെർ കിലോമീറ്റർ എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊതുവെ ഡിസൈൻ ചെയ്യുക. ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേഷന്റെ റേറ്റ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുക ഈ ഒരു അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പിന്നെ ഒരു ടേം ആണ് എക്സ്ഫിൽട്രേഷൻ. എക്സ്ഫിൽട്രേഷനും ഒരു എന്താണ് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് അളക്കേണ്ട ഒരു ഫാക്ടറാണ്. എന്താണ് എക്സ്ഫിൽട്രേഷൻ? ലീക്കേജ് ഓഫ് സീവേജ് ഫ്രം സീവർ ഇൻ ടു ദ സറൗണ്ടിങ് സോയിൽ ഇസ് കോൾഡ് എക്സ്ഫിൽട്രേഷൻ. അല്ലെ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഗ്രൗണ്ട് വാട്ടർ സീവറിലേക്ക് വന്നു ചേരുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്ഫിൽട്രേഷൻ. സീവറിൽ നിന്നുള്ള വെള്ളം, ആ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് ഒഴുകുക. ഓക്കെ, ഗ്രൗണ്ടിലേക്ക് ഒഴുകുക. അതിനെയാണ് എക്സ്ഫിൽട്രേഷൻ എന്ന് പറയാം. അല്ലെ, ഇതാണ് ഇപ്പൊ സീവേജ് എങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് സോയിലിലേക്ക് വേസ്റ്റ് വാട്ടർ ലീക്കായി പോവുക. അപ്പൊ എന്ത് സംഭവിക്കാം? ഇറ്റ് പൊല്യൂട്ട്സ് ദ ഗ്രൗണ്ട് വാട്ടർ. അല്ലെ, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആക്കും. സോ ജോയിന്റ്സ് ഓഫ് സീവേഴ്സ് ഷുഡ് ബി മെയ്ഡ് വാട്ടർ ടൈറ്റ്. അതുകൊണ്ട് തന്നെ സീവർ ജോയിന്റുകളൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം, ഗ്രൗണ്ട് വാട്ടർ സീവറിന്റെ ഉള്ളിലേക്കും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സീവറിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് വാട്ടർ പുറമേക്കും ഒഴുകാൻ സാധ്യതയുണ്ട്. അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ എഫക്റ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് സീവേജ്. ഇനി അടുത്തത് നമുക്ക് വേരിയബിലിറ്റി ഓഫ് ഫ്ലോ ഓഫ് സീവേജ് നോക്കാം. ഇതേ കാര്യം നമ്മൾ വാട്ടർ സപ്ലൈ പഠിക്കുമ്പോഴും പഠിച്ചതാണ്. അതായത് വെള്ളം നമ്മൾ എപ്പോഴും ഒരേ റേറ്റിലല്ല ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ നിന്ന് വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഓരോ പീക്ക് ഹവേഴ്സ് ഉണ്ട് അല്ലേ? അതായത് രാവിലെ 6 to 8 AM, അതുപോലെ വൈകുന്നേരം 6 to 8 PM ആണ് പീക്ക് ഹവേഴ്സ്. എല്ലാവരും കൂടുതലായി വെള്ളം ഉപയോഗിക്കുന്ന സമയം. ഉച്ചയ്ക്കൊന്നും ഒരുപക്ഷെ അത്ര വെള്ളം ആവശ്യമായിട്ട് വരില്ല അല്ലേ? അപ്പൊ അതുപോലെയാണ് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര വെള്ളം വേസ്റ്റ് വാട്ടർ ആയി വരുന്നുണ്ട് എന്നുള്ളത് കണക്കാക്കുക അല്ലേ? അപ്പൊ അതേപോലെ തന്നെ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് മോർണിംഗ് പീക്ക് അവറിലും ഈവനിങ് പീക്ക് അവറിലും തന്നെ ആയിരിക്കും എന്ത് കൂടുതൽ. ഓക്കെ, നമുക്ക് നോക്കാം. Similar to fluctuations in water consumption, sewage flow rates also vary.
അപ്പൊ വെള്ളത്തിന്റെ കൺസംഷനിലുള്ള വ്യത്യാസം പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, സീവേജിലും അതേ വ്യത്യാസമാണ് വരിക. Sewage discharge curve is closely parallel to the water consumption curve, but with a lag of some hours during dry weather. അതായത് ഇപ്പൊ നമ്മൾ ഈ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേഴ്സസ് ടൈം, നമ്മൾ ഓരോ ദിവസത്തെ സമയം കൊടുക്കുകയാണ്. രാവിലെ എത്രയാണ്, 1 മണി 2 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി, അത് കഴിഞ്ഞാൽ 1 മണി 2 മണി, അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ ടൈം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു 6 to 8 അല്ലെ, രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് പീക്ക് അവർ, വെള്ളം സപ്ലൈ ചെയ്യുന്ന പീക്ക് അവർ. അപ്പൊ ഈ ഒരു ഗ്രാഫില് 1 എന്ന് പറയുന്ന കർവ് ആണ് വാട്ടർ സപ്ലൈ എങ്കിൽ ഈ 2 എന്ന് പറയുന്ന കർവ് ആണ് എന്ത്, വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ്. അപ്പൊ പറയുന്നത് എന്താ, ഇത് രണ്ടും ഏകദേശം പാരലൽ ആണ്. പിന്നെ ചെറിയൊരു ലാഗ് വരും അല്ലെ, സപ്ലൈ ചെയ്ത ഉടനെ തന്നെ അത് വേസ്റ്റ് വാട്ടർ ആയി പോവില്ല, നമുക്കറിയാലോ. സപ്ലൈ ചെയ്ത് അത് ഉപയോഗിച്ചതിന് ശേഷമാണ് വേസ്റ്റ് വാട്ടർ ആവുക. അപ്പൊ ചെറിയൊരു ടൈം ലാഗ് വരും, പക്ഷേങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് പാരലൽ തന്നെയാണ് അല്ലെ. So variation may be seasonal, monthly, daily and hourly, as in the case of variation in water consumption. അപ്പോൾ വാട്ടർ കൺസംഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലും എങ്ങനെയാണ്, സീസണൽ വേരിയേഷൻ, സീസൺ വെച്ച് മാറ്റം വരും അല്ലെ. സമ്മർ സീസണിൽ കൂടുതൽ വെള്ളം വേണം, നമ്മുടെ തണുപ്പ് സമയത്ത് കുറച്ച് വെള്ളം മതി. പിന്നെ അതുപോലെ മന്ത്ലി വേരിയേഷൻസ്, ഓരോ മാസത്തിലും വ്യത്യാസം വരും. ഡെയിലി വേരിയേഷൻ അല്ലെ, ഓരോ ദിവസം, അതായത് വീക്ക് ഡേയ്സിൽ വേണ്ട വെള്ളം ആയിരിക്കില്ല വീക്കെൻഡിൽ വേണ്ടത്. വീക്കെൻഡ്സ് ആവുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും, അപ്പൊ കൂടുതൽ വെള്ളം വേണ്ടി വരും അല്ലെ. പിന്നെ അതുപോലെ അവർലി വേരിയേഷൻ, ഒരു ദിവസത്തിൽ തന്നെ ഓരോ മണിക്കൂറിലും നമുക്ക് വേണ്ട വ്യത്യാസമായിരിക്കും. അപ്പൊ വാട്ടർ കൺസംഷൻ പോലെ തന്നെയാണ് എന്ത്, വേസ്റ്റ് വാട്ടറും വേരിയേഷന്റെ കാര്യത്തില്. So hence average flow rate of sewage is to be multiplied by a peak factor to get maximum flow rate for which sewers are designed. അപ്പൊ നമ്മൾ വാട്ടർ സപ്ലൈയില് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു, നമ്മളൊരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു അല്ലെ. നമുക്കിപ്പോ ഒരു ആവറേജ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എത്രയാണ് മാക്സിമം ഡിമാൻഡ്, എത്രയാണ് മാക്സിമം അവർലി ഡിമാൻഡ് എന്നൊക്കെ പറയണത്. ഇപ്പൊ 1.5ഉം അതുപോലെ 1.8 ടൈംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് വാട്ടർ സപ്ലൈയിൽ. നിങ്ങളൊന്ന് മറിച്ച് നോക്കിയാൽ മനസ്സിലാവും, പേജ് മറിച്ച് നോക്കിയാൽ മനസ്സിലാവും, സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് വാട്ടർ കൺസിഡർ ചെയ്യുന്ന സമയത്തും എന്ത് വേണം, അതുപോലൊരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ തന്നിട്ടുണ്ട്, ഫോളോയിങ് വാല്യൂസ് ഓഫ് പീക്ക് ഫാക്ടർ ആർ അസ്യൂംഡ് ഇൻ ദ ഡിസൈൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീവേഴ്സ്. അപ്പോൾ ഓരോ സീവറിനും നമ്മൾ എടുക്കേണ്ട ഫാക്ടർ എത്രയാണ്, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എത്രയാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അതായത് മെയിൻ സീവറിന് നമ്മൾ 1.5 ടൈംസ് ആവറേജ് വാല്യൂ ആണ് എടുക്കുക. പിന്നെ വരുന്നത് ലാറ്ററൽ സീവർ ആണ്. മെയിൻ സീവറിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് സീവേഴ്സ് ആണല്ലേ. അപ്പൊ ബ്രാഞ്ച് സീവറിന് 3 പീക്ക് ഫാക്ടർ. ബ്രാഞ്ച് സീവറിൽ നിന്ന് വരുന്ന കണക്ഷൻസിനെയാണ് ലാറ്ററൽസ് എന്ന് പറയാം. ലാറ്ററൽ സീവേഴ്സിന് 4 പീക്ക് ഫാക്ടർ. എന്നിട്ട് അവസാനം നമ്മുടെ ഡിസ്പോസൽ, ഈ വേസ്റ്റ് വാട്ടർ ഞാൻ പറഞ്ഞു ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു സോഴ്സിലേക്ക്, അതായത് ഒരു വാട്ടർ സോഴ്സിലേക്കോ ഗ്രൗണ്ടിലേക്കോ ഡിസ്പോസ് ചെയ്യും. അപ്പൊ ആ ഡിസ്പോസ് ചെയ്യുന്ന അവസാനത്തെ സീവറിനെയാണ് എന്ത് വിളിക്കുന്നത്, ഔട്ട്ഫോൾ സീവർ ഓർ ട്രങ്ക് സീവർ എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്ഫോൾ സീവറിന് 1.5 to 2 ആണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എത്രയാണ് സീവേജ് ഫ്ലോ ഓരോ പൈപ്പ് ലൈനിലും എന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ
അടുത്തൊരു കാര്യമാണ് ലിമിറ്റിംഗ് വെലോസിറ്റീസ് ഓഫ് സീവർ. നമ്മുടെ സീവറിൽ, അതായത് നമ്മുടെ പൈപ്പിൽ, വേസ്റ്റ് വാട്ടർ പൈപ്പ് ലൈനിൽ ഒരു മിനിമം വെലോസിറ്റി വെക്കണം. കാരണം ഒരു വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോ അത് ഒഴുകി പോവണം അല്ലെ, അവിടെ തന്നെ കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ട മിനിമം വെലോസിറ്റി എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. So sewage is to be conveyed to treatment works in as fresh condition as possible without any deposition in the sewer. അപ്പോ നമുക്ക് ഈ സീവർ എന്ന് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ആണല്ലേ. അപ്പൊ വേസ്റ്റ് വാട്ടറിൽ പല പാർട്ടിക്കിൾസും ഉണ്ടാവാം, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ ഈ പാർട്ടിക്കിൾ ഒന്നും സെറ്റിൽ ചെയ്യാൻ പാടില്ല. സീവറിൽ സിൽറ്റിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ അല്ലെങ്കിൽ സെഡിമെന്റേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കാൻ പാടില്ല. അപ്പോ വേസ്റ്റ് എപ്പോ നമ്മുടെ പൈപ്പിൽ വന്നോ അപ്പൊ തന്നെ ആ ഫ്രഷ് കണ്ടീഷനിൽ തന്നെ അത് എവിടെ എത്തിക്കണം? ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിക്കണം. So transporting power of flow varies as sixth power of velocity, and hence any fall in velocity causes heavy drop in transporting power and consequent silting of solids in the sewer. നമുക്ക് പൊതുവെ എത്രയാണ് ട്രാൻസ്പോർട്ടിംഗ് പവർ എന്നുള്ളത് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ സിക്സ്ത് പവർ ഓഫ് വെലോസിറ്റി. അതായത് വെലോസിറ്റി v⁻⁶ ആണ് നമ്മുടെ പവർ, ട്രാൻസ്പോർട്ടിംഗ് പവർ. അത്രയും സ്പീഡിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, വേസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വെലോസിറ്റിയിൽ ചെറിയ കുറവ് വന്നാൽ പോലും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എത്തിക്കാൻ ഒരുപാട് സമയം വൈകും. അങ്ങനെ സമയം വൈകിയാൽ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ സിൽറ്റിംഗ് അല്ലെ, എല്ലാ സോളിഡ്സും പൈപ്പിന്റെ താഴേക്ക് അടിഞ്ഞുകൂടും. ഓക്കെ, അങ്ങനെ അടിഞ്ഞു കൂടിയാൽ എന്താ ഉണ്ടാവുക ചോദിച്ചാൽ ആ ഒരു സീവറിന്റെ കപ്പാസിറ്റി കുറയും അല്ലെ, അത്ര ഏരിയ ഓഫ് ഫ്ലോ കുറയും, അങ്ങനെ അതിന്റെ കപ്പാസിറ്റി കുറയും. So sewers with open channel flow should be laid at gradients which will produce sufficiently high velocity. ഇപ്പൊ പൊതുവെ നമ്മൾ ഈ ഓപ്പൺ ചാനൽ ഫ്ലോ ഉള്ള സീവർ, ഓക്കെ, ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ FM ഒക്കെ പഠിച്ചതാണ് അല്ലെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ പഠിച്ചതാണ്. അതിലൊക്കെ ഉണ്ട് ഓപ്പൺ ചാനൽ ഫ്ലോ, ക്ലോസ്ഡ് ഫ്ലോ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഓപ്പൺ ചാനൽ ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലോ ഇൻ അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് നമ്മുടെ ഫ്ലോ എങ്കിൽ, അത് പൈപ്പിന്റെ ഉള്ളിലൂടെ ആണെങ്കിലും ശരി, ഓപ്പൺ ആയിട്ടാണെങ്കിലും ശരി, ഓപ്പൺ ഡ്രെയിൻസിലൂടെ ആണെങ്കിലും ശരി, if the flow is at atmospheric pressure, നമ്മൾ ആ ഒരു ഫ്ലോനെ പറയുന്നതാണ് ഓപ്പൺ ചാനൽ ഫ്ലോ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയില് it should be laid at gradient. നമ്മൾ ഒരു സ്ലോപ്പിൽ വേണം നമ്മുടെ പൈപ്പ് വെക്കാൻ. അങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ട് പൈപ്പ് വെച്ചാലേ നമ്മുടെ വേസ്റ്റ് താനെ ഒഴുകി പോകുള്ളൂ. Minimum velocity of flow in sewer which does not permit any settlement and carry the sewage as soon as possible to the treatment plant is called self-cleansing velocity. അപ്പൊ നമുക്ക് ഒരു സീവറിൽ വേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് ലിമിറ്റിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ആണ്. അതായത് ദ മിനിമം വെലോസിറ്റി ഓഫ് ഫ്ലോ, ഏറ്റവും ചെറിയ വെലോസിറ്റി which does not permit any settlement, അതായത് സിൽറ്റിംഗ് പെർമിറ്റ് ചെയ്യാത്ത ഏറ്റവും ചെറിയ വെലോസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിമം വെലോസിറ്റി ഓഫ് 0.6 meter per second should be maintained in the case of separate sewer. നമ്മളൊരു സെപ്പറേറ്റ് സീവർ ആണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കേണ്ട മിനിമം വെലോസിറ്റി ഓർ വേറൊരു പേരാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അല്ലെ. അപ്പൊ മിനിമം വെലോസിറ്റി എത്രയാണ് കൊടുക്കേണ്ടത്? 0.6 meter per second in case of separate sewer. Velocity of 0.9 meter per second would be very acceptable. അപ്പൊ 0.9 meter per second ആണെങ്കിൽ വളരെ നല്ലതാണ്.
പക്ഷെ മിനിമം 0.6 മീറ്റർ പെർ സെക്കൻഡ് എങ്കിലും വേണം. പിന്നെ അതുപോലെ കമ്പൈൻഡ് സീവർ ആണെങ്കിൽ 0.75 മീറ്റർ പെർ സെക്കൻഡ് ആണ് മിനിമം വേണ്ട വെലോസിറ്റി. If velocity exceeds certain limit, ഇനി ഒരു പർട്ടിക്കുലർ ലിമിറ്റിലും കൂടിക്കഴിഞ്ഞാൽ, അതായത് വളരെ സ്പീഡിൽ നമ്മുടെ വേസ്റ്റ് ഒഴുകുകയാണ് എങ്കിലും പ്രശ്നമാണ്, നമുക്ക് പൈപ്പിന് അത് പ്രശ്നമാണ്. എന്താ പ്രശ്നം? സ്കൗറിംഗ് ഓഫ് പൈപ്പ് മെറ്റീരിയൽ ടേക്സ് പ്ലേസ് which has to be avoided. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്കൗറിംഗ്. സ്കൗറിംഗ് എന്ന് പറഞ്ഞാൽ ആ പൈപ്പിന്റെ സൈഡൊക്കെ തേഞ്ഞു പോവുക, തേഞ്ഞ് ഇല്ലാതാവുക, അതാണ് സ്കൗറിംഗ്. അപ്പൊ ഒരുപാട് സ്പീഡിൽ നമുക്ക് വേസ്റ്റ് വാട്ടർ വിടാൻ സാധിക്കില്ല, അതുപോലെ തന്നെ വളരെ പതുക്കെയും വേസ്റ്റ് വാട്ടർ ഒഴുകാൻ പറ്റില്ല, അല്ലേ? പതുക്കെ ഒഴുകി കഴിഞ്ഞാൽ സിൽറ്റിംഗ് നടക്കും, സ്പീഡിൽ ഒഴുകി കഴിഞ്ഞാൽ സ്കൗറിംഗും നടക്കും. So maximum velocity, അതായത് non scouring velocity is thus limited to about 3 meter per second. അപ്പൊ അതായത് 3 meter per second കൂടാനും പാടില്ല, 0.6 meter per second കുറയാനും പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ 0.75 meter per second കുറയാനും പാടില്ല. It depends on the type of system. ഓക്കെ, പിന്നെ though in practice it should preferably not exceed 2.25 meter per second. നമ്മൾ തിയററ്റിക്കലി 3 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറയുമെങ്കിലും സാധാരണ കൊടുക്കാറ്, മാക്സിമം കൊടുക്കാറ് 2.25 മീറ്റർ പെർ സെക്കൻഡ്. അതിൽ കൂട്ടാറില്ല. അതിലും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ സ്കൗറിംഗ് ഓഫ് പൈപ്പ് വിൽ ടേക്ക് പ്ലേസ്, അല്ലേ? അപ്പൊ അതാണ് ലിമിറ്റേഷൻസ് ഇൻ വെലോസിറ്റി. അപ്പൊ ഒരു മിനിമം വെലോസിറ്റി ഉണ്ടായിരിക്കണം, എന്നാൽ ഒരു മാക്സിമം വെലോസിറ്റിക്ക് അപ്പുറം കൂടാനും പാടില്ല. അതാണ് നമ്മൾ ആ ഒരു പൈപ്പ് ലേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് ആ ഒരു വെലോസിറ്റി, എത്രത്തോളം വെലോസിറ്റി കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് കുറെ ഫോർമുലാസ് ഒക്കെ ഉണ്ട്. ഹൈഡ്രോളിക് ഫോർമുലാസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. Hydraulic formulas generally used to calculate velocities in open channel flow. Open channel flow il velocity calculate ചെയ്യാനുള്ള formulas ആണ് ഇതെല്ലാം. mainly 4 formulas ആണ് നിങ്ങൾക്കുള്ളത്. Chessy's formula, Manning's formula, Hazen-Williams formula, Krim's and Burger's formula. അങ്ങനെ 4 formulas ആണ്. ഈ ചെസീസ് ഫോർമുലയുടെ ഉള്ളിൽ വരുന്നതാണ് കുട്ടാസ് ഫോർമുല, അതുപോലെ ബേസിൻസ് ഫോർമുല. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായി ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം ചെസീസ് ഫോർമുല. ചെസീസ് ഫോർമുലയിൽ പറയുന്നത് V is equal to C, അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് C ആണ്. Where C എന്താണ്? C is known as the Chessy's constant, which is evaluated by either Kutter's formula or Bessen's formula. അപ്പോൾ ഈ C കണ്ടുപിടിക്കണമെങ്കിൽ C എന്താണെന്നുള്ളത് കുട്ടേഴ്സ് ഫോർമുലയും ബെസൻസ് ഫോർമുലയും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ കുട്ടേഴ്സ് ഫോർമുല വെച്ച് C എന്ന് പറയുന്നത് എന്താണ്? 23 plus 1 by n plus 0.00155 divided by I whole divided by 1 plus 23 plus 0.00155 divided by I into n by root m. ഇതാണ് ഫോർമുല. ഓക്കെ, അതില് n എന്ന് പറയുന്നത് എന്താണ്? റുഗോസിറ്റി കോഎഫിഷ്യന്റ്, അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി എന്നാണ് പറയുക. ഓക്കെ, അത് പൊതുവെ നമ്മൾ എന്നിന്റെ വാല്യൂ സ്റ്റോൺ വെയർ പൈപ്പ് ആണെങ്കിലും കാസ്റ്റ് അയൺ പൈപ്പ് ആണെങ്കിലും എന്നിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക 0.013 ആണ്. പിന്നെ അതുപോലെ ബ്രിക്ക് പൈപ്പ് ആണെങ്കിൽ 0.015 ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ I എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, ഗ്രേഡിയന്റ്. അതുപോലെ M എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. ഓക്കെ,
ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഡെപ്ത് അതാണ് എം. ഓക്കെ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ ബൈ പെരിമീറ്റർ. അതൊക്കെ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അതാണ് എം, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഓക്കെ, ഐ എന്ന് പറയുന്നത് സ്ലോപ്പ്. സ്ലോപ്പ് അറ്റ് വിച്ച് നമ്മൾ വി ആർ ലേയിങ് ദ പൈപ്പ്. ഓക്കെ, പിന്നെ അടുത്ത ഫോർമുലയാണ് ബെസിൻസ് ഫോർമുല. ബെസിൻസ് ഫോർമുലയിൽ C is equal to 157.6 divided by 1.81 plus K by root M. അതിലെ K എന്ന് പറയുന്നതാണ് ബെസിൻസ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ ഓരോ പൈപ്പ് മെറ്റീരിയലിന് അനുസരിച്ച് മാറും. ഓക്കെ, കാസ്റ്റ് അയൺ പൈപ്പ് ആണെങ്കിൽ അതിന്റെ വാല്യൂ 0.109, സ്മൂത്ത് ബ്രിക്ക് ആൻഡ് കോൺക്രീറ്റ് പൈപ്പുകളാണെങ്കിൽ 0.290, സ്മൂത്ത് റബിൾ മേസൺറി സർഫസ് ആണെങ്കിൽ 0.833, റഫ് ബ്രിക്ക് ആൻഡ് കോൺക്രീറ്റ് സർഫസ് ആണെങ്കിൽ 0.5. അപ്പോൾ ഓരോ മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ കെന്റെ വാല്യൂ മാറും. പിന്നെ എം എന്ന് പറയുന്നത് ഇവിടെയും അത് തന്നെയാണ്, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് തന്നെയാണ് എം. അതാണ് ബെസിൻസ് ഫോർമുല. ഓക്കെ, ഇനി 3 ഫോർമുലാസ് കൂടിയാണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.